ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും മഹോത്സവമാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വാങ്ങിപ്പ് പെരുന്നാൾ ദിനത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നമ്മുടെ മാതാവായ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും മഹത്തായ ഓർമ്മയിലേക്ക് നമുക്ക് തിരിയാം. ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ പൗരസ്ത്യ സഭകളിൽ ഈ പെരുന്നാൾ അതീവ പ്രാധാന്യത്തോടെയാണ് കൊണ്ടാടുന്നത്. ഓഗസ്റ്റ് 15 നാം പരിശുദ്ധ കന്യക മറിയാമിന്റെ സ്വർഗാരോഹണം അഥവാ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം നമുക്കെന്നും ഒരു മാതൃകയാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങിയ ഒരു ജീവിതമായിരുന്നു അത്. ക്രിസ്തുവിനെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നവളാണ് മറിയം. അവൾ നമ്മുടെ രക്ഷകനായ ഈശോയുടെ അമ്മ മാത്രമല്ല, വിശ്വാസത്തിലൂടെ നാം എല്ലാവരുടെയും അമ്മ കൂടിയാണ്. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഭൗതിക ജീവിതം പൂർത്തിയാക്കിയ ശേഷം തന്റെ ആത്മാവും ശരീരവും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് വാങ്ങിപ്പ് പെരുന്നാളിന്റെ കാതൽ. ഇത് കേവലം ഒരു മരണാനന്തര ചടങ്ങല്ല, മറിച്ച് മറിയത്തിന് ദൈവം നൽകിയ മഹത്വത്തിന്റെ കിരീടധാരണമാണ്. പാപമില്ലാതെ ജനിച്ചവളും ദൈവപുത്രന് ജന്മം നൽകിയതുമായ മറിയമിന് മരണശേഷം ഒരു പ്രത്യേക മഹത്വം ദൈവം നൽകി എന്ന വിശ്വാസത്തെ ഇത് ഉറപ്പിക്കുന്നു. ഈ സ്വർഗാരോഹണം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും പൂർത്തീകരണമായി നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ രക്ഷാകരമായ പ്രവൃത്തിയുടെ ഫലം മനുഷ്യനിൽ എങ്ങനെ പൂർണ്ണമായി പ്രകടമാകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ്. പരിശുദ്ധ അമ്മയുടെ ജനനമല്ല, മറിച്ച് വാങ്ങിപ്പാണ് ഓർത്തഡോക്സ് സഭ പെരുന്നാളായി ആഘോഷിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മെ പോലെ ഒരു സാധാരണ സ്ത്രീയായി ജനിച്ച മറിയം എങ്ങനെ പരിശുദ്ധ കന്യക മറിയാമായി തീർന്നു? ഒരു സാധാരണ സ്ത്രീയായി ജനിച്ച മറിയം തന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധിയായി മാറുകയായിരുന്നു. പ്രിയമുള്ളവരെ, അമ്മ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. നമുക്കറിയാം, വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയോട് അമ്മയാവുക എന്ന് പറയുമ്പോൾ അവൾ ഏൽക്കേണ്ടി വരുന്ന നിന്ന എത്രയാണെന്ന്. എന്നാൽ ആ നിന്നയെപ്പോലും വകവയ്ക്കാതെ ദൈവഹിതത്തിന് പരിപൂർണമായി തന്നെ സമർപ്പിച്ചു കൊടുത്തു. 2, അമ്മയുടെ താഴ്മ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് താഴ്മയോടെ ദൈവഹിതത്തിന് അവളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. 3, സഹാനുഭൂതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നതായി കാണാം. ആ വീട്ടിലെ കുറവുകൾ ആരും കാണുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ തന്റെ ഹൃദയത്തിൽ ഗ്രഹിക്കുകയും ആ കുറവ് മറ്റുള്ളവരെ അറിയിക്കാതെ അത് പരിഹരിക്കാൻ കഴിവുള്ള ആളാണ് തന്റെ പുത്രനെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ആ പ്രശ്നത്തെ തന്റെ പുത്രനെ കൊണ്ട് പരിഹരിക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. സഹനത്തിന്റെ ശക്തി. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ തന്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം ഭയന്നോടിയപ്പോഴും പരിശുദ്ധ അമ്മ കാൽവറി ക്രൂശോളം യേശുവിനെ പിന്തുടർന്നു. തന്റെ ഏകപുത്രന്റെ ഹൃദയത്തിൽ നിന്ന് ചോര ചിന്തുമ്പോഴും ഒരു വാക്കുപോലും ഒഴിയാതെ സഹനശക്തിയോടെ നിന്ന അമ്മയെ നമുക്ക് കാണാം. 5, പ്രാർത്ഥന. യെരുശലേമിൽ അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം ആ പെൺകുട്ടിയുടെ പ്രാർത്ഥനാപൂർണമായ ജീവിതമാണ്. വാങ്ങിപ്പ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നിരവധിയാണ്. 1, പ്രത്യാശയുടെ സന്ദേശം. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയെ ഈ പെരുന്നാൾ ഊട്ടിയുറപ്പിക്കുന്നു. മരണം ഒരു അവസാനമല്ല, മറിച്ച് നിത്യതയിലേക്കുള്ള ഒരു വാതിൽ തുറക്കലാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2, വിശുദ്ധിയുടെ മാതൃക. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കെന്നും പ്രചോദനമാണ്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ ഈ പെരുന്നാൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. 3, മധ്യസ്ഥത്തിന്റെ ശക്തി. സ്വർഗത്തിൽ മഹത്വത്തോടെ വാഴുന്ന നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നു എന്ന ഉറപ്പ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നു. നമ്മുടെ ആവശ്യങ്ങളിലും പ്രാർത്ഥനകളിലും നമുക്ക് അമ്മയുടെ മധ്യസ്ഥം തേടാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ നമ്മെ ദൈവത്തിങ്കിലേക്കും അവിടുത്തെ സ്നേഹത്തിലേക്കും കൂടുതൽ അടുപ്പിക്കട്ടെ. അമ്മയുടെ വിശുദ്ധ ജീവിതം നമുക്ക് മാതൃകയായി പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഈ പെരുന്നാൾ നമുക്ക് ശക്തി നൽകട്ടെ. വിശുദ്ധ കന്യക മറിയാം നമുക്ക് വേണ്ടി അപേക്ഷിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.